ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ കമ്പനി അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കമ്പനി അനാലിസിസ് തന്നെ രണ്ട് പാർട്ടായിട്ടാണ്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സും സെക്കൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്. ഇവിടെ നേരത്തെ ഇതിൻ്റെ വെയിറ്റേജ് അല്പം കൂടെ ഹൈ ആയിരുന്നു. പക്ഷേ ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അല്പം വെയിറ്റേജ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇപ്പോൾ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ അല്പം വെയിറ്റേജ് എന്ത് ചെയ്തിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതെന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് മേജറായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നോക്കാം നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത്. അപ്പോൾ ഇത് ബിസിനസ് ആൻഡ് ഗവേണൻസ് ആണ് ഇപ്പോൾ ഒരു ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ എൻറ്റയർ കമ്പനി അനാലിസിസ് ഈസ് ക്ലാസിഫൈഡ് ഓർ അനലൈസിങ് that it's based on the two factors. The first one is a qualitative aspect, and the second thing is based on the quantitative analysis. Okay, come to the quantitative means qualitative aspects. The factors are, the first one is a business model, then second one is a pricing power, then SWOT analysis, the quality of management, and ESG means norms in the applications, and some other factors also here. അപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ദ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ദ ബിസിനസ് മോഡൽ. എന്താണ് ഒരു ഫേമിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള വഴി, ഏതൊക്കെ വേസ് യൂസ് ചെയ്തിട്ടാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ ഡിസ്കഷനായിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി പറഞ്ഞു ദ പ്രൈസിങ് പവർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. കാരണം പ്രൈസിങ് പവർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമ്മൾ ഇൻഡസ്ട്രിയൽ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ട്, ഡിഫറെൻറ്റ് മീൻസ് പർച്ചേസിങ് പവറിൻ്റെ കേസസിൽ സപ്ലൈസിൻ്റെ അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബാർഗെയിനിങ് പവറും, അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടായിരുന്ന ബാർഗെയിനിങ് പവറും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ഒരു പ്രസൻസ്, നമ്മുടെ ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഒക്കെ തന്നെ അവിടെ കൺസിഡർ ചെയ്യും. അപ്പോൾ പിന്നെ നോർമലി നമ്മുടെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു SWOT അനാലിസിസ് നോക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാരണം ഒരു ഇൻഡസ്ട്രിയിൽ കുറേ കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിൻ്റെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് സ്ട്രെങ്ത്ത്, അതേപോലെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് എന്നുള്ളത് രണ്ട് ടൈപ്പ് ഫാക്ടേഴ്സാണ്. സ്ട്രെങ്ത്ത് ആൻഡ് വീക്ക്നെസ് ആർ ദ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ആർ ദ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്, പുറത്തുനിന്നുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിൽ ഈ സ്ട്രെങ്ത്ത് ആൻഡ് വീക്ക്നെസ് നമുക്ക് കുറേ കൂടെ ഡിപ്പെൻഡൻ്റ് ആണ്, നമ്മൾക്ക് ഒരു ഹൈ ഡിഗ്രി ഓഫ് കൺട്രോൾ ഉള്ള ഏരിയാസ് ആണ്. അപ്പോൾ ആ കൺട്രോള് നമ്മൾ അണ്ടറിലാണോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യുക. നല്ല വീക്ക്നെസ് കുറവുള്ള, സ്ട്രെങ്ത്സ് ഉള്ള കമ്പനീസിനെ ഓപ്റ്റ് ചെയ്യാം. പിന്നെ നോക്കേണ്ടതാണ് ഫ്യൂച്ചർ പ്രോസ്പെറസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഇല്ലയോ നോക്കണം. പിന്നെ ഏത് ഏരിയയിലാണ് ത്രെഡ്സ് ഉള്ളത്, അത് ഏത് ടൈപ്പ് ഓഫ് ത്രെഡ്സ് ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. സിനാൻ ജോയിൻ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട് പറയുന്നുണ്ട്, ഒന്ന് നോക്കാം. ശരിയായില്ലേ സിനാൻ? ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ അത്രയും ഏരിയാസിലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ജസ്റ്റ് നമുക്ക് നെക്സ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. To understand the role of company analysis in a fundamental research, and then different kind of business model. അപ്പോൾ ഫേമിൻ്റെ ഒരു ബിസിനസ് മോഡൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. Then evaluating the pricing power and its sustainability, SWOT analysis, and then നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ദ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഏത് ഏരിയയിലാണ് നമുക്കൊരു സർട്ടൈൻ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉള്ളത്, അത് പ്രധാനപ്പെട്ടതാണ്. ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. കാരണം ഫേം നമ്മളെപ്പോഴും പലരും ചോദിക്കും, നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സിൽ
ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സിൻ്റെ നമ്പേഴ്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഒരു 50% നമ്പേഴ്സിലും ഒരു 50% ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിലും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ബിഹേവിയർ ഇമ്പോർട്ടൻ്റ് ആണ്. ആളുകളുടെ ബിഹേവിയേഴ്സ് ഡേ ബൈ ഡേ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. പിന്നെ ഇതേപോലെ ഗവൺമെൻറ് പോളിസീസ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അത്തരം ഫാക്ടേഴ്സിന് നമ്മൾ ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദെൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഗവർണൻസ്, പിന്നെ അതേപോലെ ബിസിനസ് ക്രെഡിറ്റ് റേറ്റിംഗ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ ESG ഫ്രെയിം വർക്ക്സ്, അതിൻ്റെ അനാലിസിസ്. ESG എന്നുള്ളത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. എൻവയോൺമെൻറ്റ് സോഷ്യൽ ഗവേണൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ESG മ്യൂച്വൽ ഫണ്ട്സുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോൾ. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ അത് അത്രത്തോളം റിലവൻ്റ് ആയിട്ടുള്ള ഫണ്ടുകളല്ല. അപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിലേക്ക് ESG ഫണ്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ESG ഫണ്ടുകളിലേക്ക് അത്ര AUM ഒന്നും നമുക്ക് ബിൽഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ESG മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ഉണ്ട്. കുറേയധികം സ്കീംസ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ കുറച്ച് സ്കീംസ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷേ നോക്കുന്ന സമയത്ത് ഇവരുടെ റിട്ടേൺ കമ്പാരറ്റീവ്ലി നോർമൽ ഫണ്ടുകളെക്കാളൊക്കെ എന്തായിരിക്കും അല്പം താഴെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഫണ്ട്സൊക്കെയാണ് ഇപ്പോൾ ICICI പ്രൊഡൻഷ്യലിൽ ഒരു ESG എക്സ്ക്ലൂഷണറി സ്ട്രാറ്റജി ഫണ്ട് ഉണ്ട്. പക്ഷേ ഫണ്ട് സൈസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തീരെ കുറവാണ്. പിന്നെ അതേപോലെ തന്നെ SBIയുടെ TSG ഫണ്ട് ഉണ്ട്. അതിലാണ് അല്പം കൂടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ളത്, ഒരു 5000 CR. പിന്നെ ആദിത്യ ബിർള, അതേപോലെ കൊഡാക്ക്, എല്ലാവരും, കാരണം എന്താ വെച്ചാൽ എല്ലാ കമ്പനീസിനും ഒരു ഫണ്ടിൻ്റെ നമ്പേഴ്സ് വർദ്ധിപ്പിക്കാനെങ്കിൽ പോലും അവരെല്ലാ കാറ്റഗറിയിലും ഫണ്ട്സ് സ്റ്റാർട്ട് ചെയ്യും. നോക്കുന്ന സമയത്ത് പല ഫണ്ടുകളിലും വളരെ ചെറിയ ഒരു നോക്കൂ 50 അല്ലെങ്കിൽ ഒരു 600, 300, 400 CR എന്താണുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണുള്ളത്. പക്ഷേ ഇത് യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ESG ഫണ്ടുകൾ കുറേം കൂടെ പ്രോമിനൻ്റ് ആണ്. കാരണം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, സസ്റ്റൈനബിൾ ആയിട്ടുള്ള, സൊസൈറ്റിക്ക് ഹാംഫുൾ അല്ലാത്ത ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുന്ന ബിസിനസ്സാണ്. ഇവിടെ ജസ്റ്റ് ഇത്തരം ഫണ്ടുകളുടെ ഒരു ഡീറ്റെയിൽസിലേക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്പം കൂടെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫണ്ട് അല്ലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കമ്പനീസിലേക്കായിരിക്കും അവരെന്ത് ചെയ്യുക, കൂടുതൽ ജസ്റ്റ് ഇതിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് അലോക്കേഷൻസ് പോകുന്നത്. അപ്പോൾ എന്താണ് അത്തരം ഇപ്പോൾ അല്ലെങ്കിൽ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർബൺ ഓമിഷൻ ഹൈ ഉള്ള അത്തരം സെനാരിയോയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കറപ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഒന്നും ചൂസ് ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ റിട്ടേൺ കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റ് ഒരു നോർമൽ ലാർജ് ക്യാപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫണ്ടുകൾക്ക് പലപ്പോഴും റിട്ടേൺ അല്പം താഴെയാണ് ഉണ്ടാവാറ്. അതിൽ അല്പം കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഈ 5 ഇയേഴ്സിൽ കോണ്ടിൻ്റെ ഒക്കെ ESG ഫണ്ടുകൾ കൊടുത്തിട്ടുള്ളത്. മറ്റ് ESG ഫണ്ടുകളുടെയൊക്കെ റിട്ടേൺ വളരെ താഴെയാണ്. ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 1 ഇയർ റിട്ടേണും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 1 ഇയർ നോക്കുന്ന സമയത്ത് ഇവരുടെ കോണ്ടിൻ്റെ ESG ഫണ്ടിന് ഒരു ഭയങ്കര ഹൈ റിട്ടേൺ ഉണ്ട്. മറ്റ് ഫണ്ടുകളൊക്കെ ഒരു 1%, 2% ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ലെസ് ദാൻ 1% എന്നുള്ള രീതിയിലുള്ള റിട്ടേൺ മാത്രമാണ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ കോണ്ടിൻ്റേത് ഒരു എക്സെപ്ഷണൽ കേസാണ്. ജസ്റ്റ് നമുക്ക് അത് എന്താണെന്ന് ഞാനും ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് എന്തായാലും ഒന്ന് എടുത്തു നോക്കുക. ഈ ഒരു ESG ഇൻ്റഗ്രേറ്റഡ് സ്ട്രാറ്റജി ഫണ്ട് ലാസ്റ്റ് ഇയറിൽ അറൗണ്ട് 36% ജനറേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് മാർക്കറ്റ് അല്പം കൂടെ മോശം സെനാരിയോയിൽ കൂടെ കടന്നു പോകുമ്പോൾ 36% എന്നുള്ളത് ഒരു എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ നോക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഇത് ശ്രദ്ധിക്കുന്നത്. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. നെക്സ്റ്റ് സെഷനിൽ നമുക്കതിൻ്റെ ഒരു ഫർദർ ഡിസ്കഷൻ എടുക്കുകയും ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ റോൾ ഓഫ് എ കമ്പനി അനാലിസിസ്. അപ്പോൾ ഓൾറെഡി ദ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നുള്ളത് ഒരു 3 ലെയർ അനാലിസിസ് ആണ്. ആ 3 ലെയർ അനാലിസിസിൽ ആദ്യം എക്കണോമി. അപ്പോൾ എക്കണോമിക് അനാലിസിസിൻ്റെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
കാരണം എക്കണോമിക് അനാലിസിസിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ ലേൺ ചെയ്യുക, ആ ലേണിങ്, ആ റിസർച്ച് നമ്മൾ നന്നായി സ്ട്രോങ് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് റീഡ് ചെയ്യുക, അതേപോലെ ന്യൂസ് പേപ്പറിൽ റീഡ് ചെയ്യുക, GDP, ഇൻഫ്ലേഷൻ, റിപ്പോ റേറ്റ്സ്, അത്തരം കാര്യങ്ങളെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് റേറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഇതൊക്കെ വളരെ സീരിയസ് ആയി നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. ആ ലേണിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഒരാളിനോട് മാർക്കറ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല വാല്യൂ പോയിന്റ്സ് വെച്ചിട്ട് തന്നെ സംസാരിക്കാൻ പറ്റും. അത് തന്നെ കമ്പനി അനാലിസിസിൽ. അപ്പോൾ ഇനി കമ്പനി അനാലിസിസിൽ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു ഏരിയ എന്നുള്ളത് ഓരോ സെക്ടറൽ റീഡിങ്ങുകൾ നടത്തിയിട്ട് അതിൻ്റെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സെക്ടേഴ്സ് എങ്ങനെയാണ് പോസിറ്റീവ്, എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെയാണ് അതിൻ്റെ, നമ്മളത് എക്സാം കഴിഞ്ഞിട്ട് ആ ഒരു രീതിയിലുള്ള അനാലിസിസ് നമ്മൾ എടുക്കുകയും ചെയ്യും. കാരണം അത് നമ്മളിവിടെ കുറച്ചും കൂടി അധികം സമയം സ്പെൻഡ് ചെയ്ത് എടുക്കേണ്ട ഒരു ഏരിയാസാണ്. ഓരോ ഇൻഡസ്ട്രീസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണ്, ത്രെട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി വയ്ക്കുക. ഓക്കെ, തന്നെ ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് നെക്സ്റ്റ് കമ്പനി അനാലിസിസ് ആണ്. ഒരു കമ്പനി, ഒരു പർട്ടിക്കുലർ ഒരു മൈക്രോ ലെവൽ അനാലിസിസ് ആണ് കമ്പനി അനാലിസിസ് എന്നുള്ളത്. ആ ഒരു പർട്ടിക്കുലർ ഫേം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ ഒരു പർട്ടിക്കുലർ ഫേമിൻ്റെ പാർട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു ഫേമിൻ്റെ പാർട്ടിൽ നിന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല ഫേമിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അവിടെ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ ഡിസ്കഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഉള്ളത് വാട്ട് ഈസ് എ കമ്പനീസ് ബിസിനസ്, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ബിസിനസ് മോഡൽ. പിന്നെ അതിൽ തന്നെ ഒരേ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ കമ്പനീസിന് ഒരൊറ്റ മിനിറ്റ്, ഒരു കോളൊന്ന് ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്. ജോയെ ക്ലാസ്സിലാ, ജോ ഇറങ്ങിയോ? ഓക്കെ, ഞാൻ എന്താ ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിയും, വിളിക്കാം. ഓക്കെ. അപ്പോൾ ഒരു കമ്പനിയുടെ ബിസിനസ് എന്താണ്, ദെൻ അതേപോലെ ഒരേ രീതിയിലുള്ള കമ്പനീസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് മോഡൽസ് വർക്ക് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ബിസിനസ് മോഡൽ എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതേപോലെ കമ്പനിയുടെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്താണ്. അപ്പോൾ അതിൽ എസ്പെഷ്യലി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന കമ്പനീസാണ്. ഇപ്പം റിലയൻസിൻ്റെ ഈസി ആണെന്നല്ല, ഇപ്പം നമുക്ക് ജിയോ എടുക്കാം ഒന്ന്, അതേപോലെ എയർടെൽ എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനീസാണ്. പക്ഷെ അവരുടെ ഒരു റവന്യൂ മോഡൽ എന്താണ്, എങ്ങനെയാണ് ഒരു ബിസിനസ് സ്ട്രാറ്റജീസ് വർക്ക് ചെയ്യിക്കുന്നത്, അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ബാങ്ക്സ് ഓൾമോസ്റ്റ് എല്ലാ ബാങ്ക്സും ഒരേ രീതിയിലുള്ള സർവീസസ് ആയിരിക്കും ഓഫർ ചെയ്യുക. പക്ഷേ എന്തായിരിക്കും അവരുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സെനാരിയോസാണ് മാർക്കറ്റിൽ ഉണ്ടാവുക. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോന്നറിയില്ല, ഇന്നത്തെ മാർക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നോ, മാർക്കറ്റിലൊരു അപ്ഡേഷൻസ് എടുത്തോ ഇന്ന്? ഓക്കെ, അപ്പോൾ ഒരു കുറച്ച് സമയം എന്തായാലും ഒരു റെഗുലർ മാർക്കറ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന് ജസ്റ്റ് കുറച്ച് അല്പം താഴെയായിരുന്നു. പിന്നെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ആ റേഞ്ചിലേക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുതല്ല, ഒരു 100 പോയിന്റ് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ HDFC ബാങ്ക് അറൗണ്ട് 5% താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 5.2%. HDFCനെ നോക്കുന്ന സമയത്ത് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. ജസ്റ്റ് ഒരു 1 വീക്ക് ജസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഫാളാണ് ഉണ്ടായത്. അറൗണ്ട് 820 ഉണ്ടായിരുന്ന മാർക്കറ്റ് 277ലേക്ക്, 275ലേക്ക്, 277ലേക്കൊക്കെ താഴേക്ക് ഇറങ്ങിയതാണ്. അറൗണ്ട് 40 റുപ്പീസിൻ്റെ പീസാണ് താഴേക്ക് വന്നത്. അപ്പം നോർമലി ഈ ഒരൊറ്റ റീസൺസ് ആണ് മാർക്കറ്റിനെ ഇന്ന് താഴെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. ബാക്കി നോർമൽ അപ്സൈഡിൽ തന്നെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മെയിൻ റീസൺ കൊണ്ടാണ്. ഇതിന് മെയിൻ റീസൺസ് ഉള്ളത്
ഇൻട്രസ്റ്റ് റേറ്റിൽ, അത് നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അവരുടെ ഒരു എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് കുറയാനാണ് സാധ്യത എന്നുള്ള ന്യൂസസ് ആണ് വരുന്നത് ഈ ഒരു നെക്സ്റ്റ് ഇയേഴ്സിലേക്കുള്ളത്, ഈ കമ്മിങ് ഇയറിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാങ്ക്സിൻ്റെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്നുള്ളത് നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീ പാരാമീറ്റേഴ്സ് ഉള്ളത് നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ദാറ്റ് നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് മീൻസ് അവരുടെ മീൻസ് ലോൺസിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ഡെപ്പോസിറ്റ്സിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ആ ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ഇവരുടെ റവന്യൂ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ റെഗുലർ മാർക്കറ്റ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് അല്പം ഇൻപുട്സ് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് ഈ എക്സാമിനുള്ള പോയിന്റ്സ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ആ ഒരു ഏരിയയിൽ നിങ്ങൾ കുറച്ച് സമയം എന്ത് ചെയ്യുക, ഡെയിലി സ്പെൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ കോമ്പറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് ചെയ്യണം. പിന്നെ അതേപോലെ മാനേജ്മെൻറ്റ് കോമ്പറ്റേറ്റീവ് ഐഡൻറ്റിഫൈ ആൻഡ് എക്സിക്യൂട്ടിങ് സ്ട്രാറ്റജീസ്, അതിൽ ഷോർട്ട് ടേം സ്ട്രാറ്റജീസ് ഉണ്ട്. അത് ഷോർട്ട് ടൈം സ്ട്രാറ്റജീസിനാല് നമുക്ക് എന്താ പറയുക, ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാനുള്ള സ്പെസിഫിക് സ്ട്രാറ്റജീസ് ആയിരിക്കും. അതേപോലെ ലോങ് ടേം സ്ട്രാറ്റജീസ് ഉണ്ട്, സ്ട്രാറ്റജിക്കലായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന്. പിന്നെ അതേപോലെ മാനേജ്മെൻറ്റിൽ ലോങ് ടേം വിഷനും എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഇപ്പോൾ HDFCയുടെ നമ്പർ ഓഫ് ബാങ്ക്സ് നോക്കുന്ന സമയത്ത് അറൗണ്ട് ഒരു 8,000 9,000 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ അത് SBIയിലേക്ക് വരുന്ന സമയത്ത് ഒരു 30,000 ആയിരിക്കും അവരുടെ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. പക്ഷേ എൻഡ് നോക്കുന്ന സമയത്ത് ഒരു പ്രോഫിറ്റബിലിറ്റിയും ഓൾമോസ്റ്റ് സെയിം എമൗണ്ട് ആയിരിക്കും HDFCയും അതേപോലെ തന്നെ SBIയും ജനറേറ്റ് ചെയ്യുന്നത്. അതിന് കുറേ റീസൺസ് ഉണ്ട്. പക്ഷേ നമുക്ക് രണ്ടിൻ്റെയും ബ്രാഞ്ചിൽ പോയി കിട്ടുന്ന സർവീസസ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. പക്ഷെ കാരണം അത് ഇനിയിപ്പോൾ അതിനെ വലിയ രീതിയിൽ നമ്മൾ എന്ത് പറയാനും പാടില്ല. അതിനെ രണ്ടും തമ്മിൽ നമുക്ക് വളരെ കുറഞ്ഞ മോശം സർവീസ് ആണെന്ന് പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ രണ്ട് രീതിയിലാണ്, രണ്ട് ബിസിനസ് മോഡലാണ് ആ രണ്ട് ബാങ്കുകളും വർക്ക് ചെയ്യിക്കുന്നത്. കാരണം SBI എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ഓൺഡ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എല്ലാവരിലേക്കും ബാങ്കിങ് എന്നുള്ള പ്രോസസ്സ് എത്തിക്കുക എന്നുള്ളതാണ് SBI എടുക്കുന്ന ഒരു റോള് ഇൻ സൊസൈറ്റി. അത് ത്രൂ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവുക, ആ ലാർജ് നമ്പർ ഓഫ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ത്രൂ നമ്മൾ പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളതാണ് SBI എടുക്കുന്ന ഒരു മോട്ടോ എങ്കിൽ HDFC തിരിച്ചാണ്. അവർക്ക് ഒരു വളരെ കുറഞ്ഞ നമ്പർ ഓഫ് ആളുകളെ മതി. അവർക്ക് അല്പം കൂടെ നല്ല ക്വാളിറ്റി ഉള്ള സർവീസസ് ഓഫർ ചെയ്ത് ആ ക്വാളിറ്റി സർവീസസ് നിന്ന് എന്ത് ചെയ്യാം, അല്പം കൂടെ റവന്യൂ കൂടുതൽ ഏൺ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് മിനിമം ബാലൻസ് ചിലപ്പോൾ ഒരു 10,000 വേണ്ടി വരും. SBIയിൽ പോയാൽ അത് 1,000 മതിയാവും. ഓക്കെ, പിന്നെ അതേപോലെ ചാർജസ് HDFCയിൽ അല്പം കൂടുതലായിരിക്കും. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാവും, SBIയിൽ അല്പം കൂടെ താഴെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് അവരുടെ ബ്രാഞ്ചിൽ എത്തുന്ന സമയത്തുള്ള സർവീസസിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴൊക്കെ ആ സർവീസസും ഫ്രണ്ട്ലിനെസ്സും ഒക്കെ തന്നെ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ജസ്റ്റ് അങ്ങനെയുള്ള ലോങ് ടേം മാനേജ്മെൻറ്റ്, ലോങ് ടേം വിഷൻ, എഫിഷ്യൻസിയിലൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്ത് തുടങ്ങാം. അത് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ആവറേജ് ബില്ലിംഗ് ആയിരിക്കും അവിടുത്തെ ഒരു ക്രൈറ്റീരിയ. പിന്നെ ആവറേജ് സ്പെൻഡ് ടൈമും ഒരു ക്രൈറ്റീരിയ ആണ്. കാരണം ഒരു കസ്റ്റമർ വന്ന് പെട്ടെന്ന് കഴിക്കുക തിരിച്ച് അത് ബില്ല് ചെയ്യുക തിരിച്ച് പോവുക എന്നുള്ളതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ആണ്. പക്ഷെ കുറേ സമയം ഇരിക്കുന്ന ഒരു ടൈപ്പ് ആളുകളാണെങ്കിൽ അല്ലെ എന്ന രീതിയിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ചും കൂടെ ഒരു വലിയ ബില്ല്, കുറച്ചും കൂടെ പ്രൈസ് നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ ചാർജ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ഡെലിവർ ചെയ്യുന്ന, ക്വിക്കായിട്ട് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് ഒരു 1/2 hour ഓർഡർ ചെയ്യാനുള്ള സമയം, പിന്നെ കഴിക്കാനുള്ള സമയം, പിന്നെ അതിന് ശേഷമുള്ളൊരു സമയം, ഇങ്ങനെ ചെയ്യുന്ന ഒരു ടൈപ്പ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. അതിന് വേറൊരു കാറ്റഗറിയിലായിരിക്കും അത് മൂവ് ചെയ്യുക, ബില്ലിങ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് ഒക്കെ എന്ത് ചെയ്യുക, ഒരു ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നമ്മളുടെ ഒരു അല്പം ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഞാൻ നോർമലി ഈ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിന് ഷെയർസ് പിക്ക് ചെയ്യുന്നതിൽ അറൗണ്ട് ഒരു 50% വെയിറ്റേജ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഫണ്ടമെൻ്റൽ നെക്സ്റ്റ് വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സിന് ഒരു 50% വെയിറ്റേജ് തന്നെ കൊടുക്കാറുണ്ട്. കാരണം ഇതൊരു ലോങ് ടേം
പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. ഒരു 10 ഇയേഴ്സ് 20 ഇയേഴ്സ് പെർസ്പെക്റ്റീവിലാണ്. ആ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇങ്ങനെ അല്പം കൂടെ ഹൈ ആയിട്ടുള്ള വെയിറ്റേജ് എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത് ജസ്റ്റ് ആ ഒരു നമുക്ക് അല്പം കൂടെ കഴിയുമ്പോൾ ഡിസ്കഷൻസിലേക്ക് പോവാം. ഓക്കെ, ദെൻ ഇനി നമ്മളതിലെ ഫസ്റ്റ് പാർട്ട് എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ് ആൻഡ് ബിസിനസ് മോഡലാണ്. എസ്പെഷ്യലി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഷെയർസ് അല്ലെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അല്ലെ ഇൻവെസ്റ്റ് ചെയ്യുക, ദെൻ ഒരു പോർട്ട്ഫോളിയോ മേക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സെഗ്മെൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രൈമറി ആയിട്ടുള്ളൊരു ഏരിയ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്നുള്ളത്, നമുക്കറിയാവുന്ന ഷെയർസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മനസ്സിലാവാത്ത, നമുക്ക് ബിസിനസ് മോഡൽ ഒട്ടും ക്ലിയർ അല്ലാത്ത ഒരു ഏതെങ്കിലും ഷെയർസ് ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഷെയർസിൽ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അത്തരം ഷെയർസ് നമ്മൾ ചൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം എന്താ, നമ്മൾ അതിൻ്റെ പിന്നെ ടെക്നിക്കൽ അനാലിസിസ് മാത്രം നോക്കുന്നതിൽ കാര്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് മാത്രം നോക്കുന്നതിൽ കാര്യമില്ല. കാരണം ഒരു കോർ ബിസിനസ് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഒരു ബിസിനസ് എന്താണ്, എന്ത് ആക്ടിവിറ്റി ചെയ്തിട്ടാണ് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കോർ റവന്യൂസ് പെട്രോളിയം പ്രൊഡക്ട്സ് എന്നായിരിക്കും വരുന്നത്. HDFC ബാങ്ക്, അവരുടെ ബാങ്കിങ് ആസ്പെക്ട്സ് ആയിരിക്കും അവരുടെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാരണം ഇനിയൊരു ഷോർട്ട് ടേമിലേക്ക് ചെയ്യുന്ന ഒരാളിന്, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റർ എന്നുള്ളൊരു കാറ്റഗറി ആണെങ്കിൽ ഇത്ര കൺസേൺ എടുക്കേണ്ടതില്ല. പക്ഷെ ഒരു ലോങ് ടേം ആസ്പെക്ട്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയക്ക് നല്ലൊരു കൺസേൺ നമ്മൾ കൊടുക്കണം. ഓക്കെ 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 ദെൻ ഇനി ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഒന്ന് ഫസ്റ്റ് ഫാക്ടർ എന്നുള്ളത് വാട്ട് ഡസ് ദ കമ്പനി ഡു ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഡു ഇറ്റ് എന്നുള്ളതാണ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കമ്പനി ചെയ്യുന്നത്, അത് ഏത് രീതിയിലാണ് ആ കമ്പനി അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് പാർട്ട് എന്നുള്ളത് ഫോർ ദ കസ്റ്റമർ ആൻഡ് വൈ ഡു ദേ ബൈ. അപ്പം ഒരു പ്രോഡക്റ്റിൻ്റെ, ഒരു കമ്പനീൻ്റെ കസ്റ്റമേഴ്സ് ആരാണെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അവർ ഈ ഒരു കമ്പനീനെ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. കാരണം ആ റീസണും കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ഫേസിൽ മറ്റൊരു കമ്പനി വന്നു കഴിഞ്ഞാൽ അവരവിടേക്ക് മൂവ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ്, ഏതൊക്കെ ജോഗ്രഫിക്കൽ ഏരിയ എന്നുള്ളത്. അപ്പം ഒരു എക്സാമ്പിൾ എടുക്കാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനീസിന് കേരളത്തിൽ മാത്രമാണ് ഡിമാൻഡ് ഉള്ളത്, മറ്റ് സ്റ്റേറ്റ്സിലൊന്നും ഡിമാൻഡ് ഇല്ല എന്ന് വിചാരിക്കുക. മറ്റെവിടെയും ഡിമാൻഡ് ഇല്ല, ഒരു രീതിയിലുള്ള കസ്റ്റമറും വളരെ കുറഞ്ഞ കസ്റ്റമേഴ്സാണ് ഉള്ളത്. അപ്പോൾ അത്തരം ഒരു കമ്പനിയിൽ നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു റിസ്ക് വരും. കാരണം എന്താ, നമ്മളുടെ ജോഗ്രഫിക്കൽ ഏരിയയിൽ എന്തെങ്കിലും രീതിയിൽ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ എൻറ്റയർ കമ്പനിയുടെ ഷെയർ വാല്യൂ, മാർക്കറ്റും എന്ത് ചെയ്യും, പ്രോഫിറ്റബിലിറ്റി ഒക്കെ താഴേക്ക് പോകും. അത് ഓട്ടോമാറ്റിക്കലി ഒരു ഇഷ്യൂസിലേക്കും അവരുടെ കാരണം ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ റിസ്ക് ആണ്. ഓക്കെ, ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് എടുക്കുന്നതിലൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടായിരുന്നില്ല? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത്. ശേല അത് ചെക്ക് ചെയ്ത് നോക്കാറുണ്ടായിരുന്നോ, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്? ഓക്കെ ഇൻവെസ്റ്റ്മെന്റ് രണ്ട് രീതിയിലുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളും ഉണ്ട്, അതേപോലെ തന്നെ ഇതേപോലെ അതെ. ഇപ്പം
നമുക്കതിൽ അതൊക്കെ ഇതൊരു എംബസി പാർക്ക്, അതിൽ തന്നെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റാണ് എംബസി പാർക്ക്. പക്ഷേ ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ കുറേ ഓൾമോസ്റ്റ് കുറേ അധികം ഓഫീസിന് സ്പേസസ് ഓഫർ ചെയ്യുന്നത് ഇവരായിരിക്കും. അവരുടെ താഴെ നോക്കുന്ന സമയത്ത് ക്യാപിറ്റലൈസേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 46,000 അല്ലെ 42,000 ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. പിന്നെ അതേപോലെ മറ്റ് ഇൻഡസ്ട്രിയൽ ഡാറ്റാസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഡാറ്റാസ് അല്ല. പക്ഷെ എന്നാൽ പോലും പക്ഷേ ഞാൻ ഈ ഒരു റേറ്റ്സ് കുറച്ച് മേടിച്ച് വെച്ചായിരുന്നു. കുറേ മുൻപെയാണ് നമുക്കത് വെർത്തായിട്ടാണ് തോന്നിയത്. ഞാനൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. ഒരു 1 ഇയർ മുൻപേ മേടിച്ചതാണ്. അറൗണ്ട് ഒരു മോർ ദാൻ 10% അപ്രീസിയേഷൻ, ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. എപ്പോഴൊക്കെയോ ചെറിയ രീതിയിലുള്ള ഡിവിഡൻഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 1 ഇയറിൽ അത് എക്സാക്ട് എമൗണ്ട് എത്രയെന്ന് ഡിവിഡൻഡിൻ്റെ എമൗണ്ട് എത്രയെന്ന് ഞാൻ എടുത്ത് നോക്കിയില്ല. പലപ്പോഴായിട്ട് കിട്ടിയതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷേ ക്യാപിറ്റൽ അപ്രീസിയേഷൻ തന്നെ ശരിക്കും ഇതിൻ്റെ കോമൺ ഇൻട്രസ്റ്റ് ഇങ്ങനെയാണ്. അതായത് കറണ്ട് ഇയറിൽ എത്ര പെർസെൻറ്റേജ് ആണോ ഡിവിഡൻഡ് റെന്റ് ലഭിക്കുന്നത് അതിൻ്റെ അപ് ടു 90% കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം പിന്നെ പക്ഷെ ഇവിടുത്തെ ഒരു റിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ വളരെ ചെറിയ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് മാത്രമേ ഉള്ളൂ, ട്രസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരുടെ മാർക്കറ്റ് എന്നുള്ളത് ഇപ്പോൾ ബാംഗ്ലൂരിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എംബസി പാർക്കിന്റെ വാല്യുവേഷൻ നല്ല താഴെ പോകും. കാരണം അവർ ബാംഗ്ലൂരിൽ കോൺസെൻട്രേറ്റഡ് ആണ്. ഇനി മറ്റ് കമ്പനീസ് ഉണ്ട്, സ്പേസ് എക്സ്, നെക്സ്റ്റ്, ബ്രോക്ക്ഫീൽഡ്, ഇങ്ങനത്തെ വേറെ കുറേ ഉണ്ട്. അവരുമൊക്കെ തന്നെ ഇതേപോലെ മീൻസ് വളരെ ചെറിയ ക്യാപിറ്റലൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ ചെറിയ സ്പേസിലാണ്, അതായത് ജോഗ്രഫിക്കൽ ഏരിയ ചിലപ്പോൾ ഡൽഹി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും, പഞ്ചാബ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെ വളരെ എന്താ പറയുക, ഇപ്പോൾ വളരെ ഒരു വലിയൊരു ഏരിയയിലേക്ക് അവർ എത്തിയിട്ടില്ല. പക്ഷെ ഒരു ഏർലി സ്റ്റേജ് ആണെന്ന് മാത്രമാണ് ഇനി വരുന്നത്. ഇനിയിപ്പം എംബസി പാർക്ക് എന്തായാലും അവരുടെ നെക്സ്റ്റ് മറ്റ് സിറ്റീസിലേക്കൊക്കെ സൗത്ത് നിന്ന് മാറി മറ്റ് നോർത്ത് സിറ്റീസിലേക്കൊക്കെ ഡെഫിനറ്റ്ലി എക്സ്പാൻഡ് ചെയ്യും. കാരണം അവർക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കേസ് ഇതാണ്. നമുക്ക് മാർക്കറ്റിൽ ഹൈലി കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ, കസ്റ്റമേഴ്സ് ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈ റിസ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ബിസിനസ് മോഡലിലും. ഓക്കെ, ദെൻ ഹൂ എന്ന് പറഞ്ഞതിന് ശേഷം ഹൗ എന്നുള്ളതാണ്. ഹൗ ഡസ് ദ കമ്പനി സെർവ് ദ കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഏത് സെഗ്മെൻറ്റിൽ ഏത് രീതിയിലാണ് കസ്റ്റമേഴ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് മിഡിൽ ഇൻകം ഗ്രൂപ്പിനെയാണോ, ലോവർ ഇൻകം ഗ്രൂപ്പിനെയാണോ, ഓർ ദെൻ ഒരു ലക്ഷറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു ഹയർ പ്രൊഫൈലുള്ള ആളുകളെയാണോ ടേക്ക് കെയർ ചെയ്യുന്നത്, ഒരു HNI ആളുകളെ അല്ലെങ്കിൽ അൾട്രാ HNI ആളുകളെയാണോ ടേക്ക് കെയർ ചെയ്യുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയനെ കുറിച്ചിട്ടായിരിക്കും നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ളത്. ഇപ്പോൾ അതിന് താഴെ ഒരു സെക്ടർ സ്പെസിഫിക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളൊക്കെ ഇങ്ങനെ കമ്പനീസിനെയൊക്കെ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു റീറ്റെയിലിംഗ് കമ്പനി ആണെങ്കിൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫുട്ഫാള്, എത്ര ആളുകൾ വരുന്നുണ്ട്, എത്ര ആളുകൾ ഒരു വാക്കിംഗ് ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം, അനലൈസ് ചെയ്യാം. അപ്പോൾ നല്ലോണം ഫുട്ഫാളുള്ള ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കമ്പനി ആ ഒരു ഷോപ്പിൽ പതുക്കെ സെയിൽസും ആ ഫുട്ഫാളിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫുട്ഫാൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റോഴ്സിൻ്റെ സെയിൽസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇപ്പം സെയിം സ്റ്റോർ സെയിൽസ്, അത് ഓരോ ഫേം ടു ഫേം സെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. ആ കമ്പയർ ചെയ്തും ഇതേപോലെ ഒരു കമ്പാരറ്റീവ് അനാലിസിസ് പോസിബിൾ ആണ്. പിന്നെ ഞാൻ നോർമലി ഇവിടെ പറഞ്ഞില്ലേ, ബാങ്കിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഓർ നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് മാർജിൻ നമുക്കവിടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അപ്പോൾ ആ ഫേമിൻ്റെ ഒരു എന്താണ് മീൻസ് ഡെപ്പോസിറ്റ്സും അതേപോലെ ലോൺസും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം, രണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. ടെലികോം
സെക്ടേഴ്സ് ആണെങ്കിൽ ആവറേജ് റവന്യൂ പെർ യൂസേഴ്സ്, ഒരു യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യുന്നത് ഒരു 200 റുപ്പീസിനോ 300 റുപ്പീസിനോ ആയിരിക്കും, അത് ഫിക്സ്ഡ് അത്ര തന്നെ ആയിരിക്കും. അപ്പോൾ ആ എമൗണ്ടിൽ വലിയ ഡിഫറൻസസ് ഈ ഒരു സെഗ്മെൻറ്റിൽ ടെലികോം കമ്പനീസിന് വരുത്താനുള്ള റൈറ്റ് ഇല്ല. മറ്റ് ഏത് ബിസിനസ്സിലും കുറേ കൂടെ പ്രൈസിങ് പവർ ഉണ്ട്. പക്ഷേ ടെലികോം ഇൻഡസ്ട്രീസിലേക്ക് വരുന്ന സമയത്തും പോർട്ടബിലിറ്റി ഒക്കെ വന്നതോട് കൂടി തന്നെ ഈ ഒരു പവർ വളരെ കുറവാണ്. പക്ഷേ പിന്നെ അത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് മറ്റു ഓഫേഴ്സ് കൊടുത്ത് ഒക്കെ ആയിരിക്കണം അതിനെ മാനേജ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് വൺ ഇസ് ദ ഹോസ്പിറ്റാലിറ്റി സെനാരിയോസ് ഒക്കെ വരുന്ന സമയത്ത് ആവറേജ് റൂം താരിഫ് ഓർ റൂം ഒക്യുപ്പൻസി റേഷ്യോ റേറ്റ് എന്ന് പറയും. എത്ര റൂം എത്ര സമയത്ത്, അല്ലെങ്കിൽ ഒരു മന്ത്സിൽ എത്ര റൂം ഒക്യുപ്പൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെയിലി എത്ര റൂം ഒക്യുപ്പൈഡ്, ആവറേജ് ഒക്യുപ്പൻസി നമ്മൾ കമ്പയർ ചെയ്തിട്ടും ഒരു എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ബിസിനസ് അനലൈസ് ചെയ്യുമ്പോൾ ഓരോ ബിസിനസ്സിനും ഓരോ കീ ആയിട്ടുള്ള പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. ആ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ബിസിനസ്സിനെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഓക്കെ അത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ് ഓൺലി ഇൻ എ ബിസിനസ് യു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദെൻ ജസ്റ്റ് നമുക്ക് തരുന്നൊരു നമുക്കറിയാം, നേരത്തെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ഓപ്റ്റിമൈസേഷൻസോ അതൊന്നും തന്നെ നമുക്ക് ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ ആസ് എ റിസർച്ച് അനലിസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മളൊരു റിസർച്ച് അനലിസ്റ്റ് എൻത്യൂസിയാസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാ കമ്പനീനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഏരിയാസിനെ നമ്മൾ എടുക്കുക, ആ ഒന്നോ രണ്ടോ മൂന്നോ ഏരിയാസിനെ വളരെ ഡീപ്പായിട്ട് പഠിക്കുക, അവിടുത്തെ കമ്പനീസിനെ ഡീപ്പായിട്ട് കമ്പയർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ എല്ലാ കമ്പനീസും റിസർച്ചിലേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ നമ്മൾ എന്ത് ചെയ്യുക, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് വേണ്ടത്, ആ സെക്ടോറിയൽ സ്പെഷ്യലൈസ്ഡ് ആളുകളെ വേണ്ടത്. അപ്പം നമ്മുടെ പ്രിപ്പറേഷനും പതുക്കെ ആ ഒരു സെക്ടറിനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഓക്കെ, അത് അപ്പോൾ ഇനി ഇനി അടുത്തൊരു സെഷൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോഴും പറയും നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണമെന്ന് പറയും. പക്ഷേ ഇവിടെ ബാരൻ ബഫറ്റ് തന്നെ പറയുന്നുണ്ട്, വൈഡായിട്ടുള്ളൊരു നമുക്ക് ആ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കമ്പനീസ് എല്ലാം വാങ്ങി വെച്ച് നമ്മളൊരു ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു ഡൈവേഴ്സിഫിക്കേഷനും പ്രത്യേകിച്ച് മീനിങ്ങും ഇല്ല. അപ്പോൾ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുന്ന കമ്പനീസിനെയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നാളത്തെ ഒരു സെഷനിൽ നമുക്ക് അല്പം കൂടെ എന്ത് ചെയ്യാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് മോഡൽസ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് കുറച്ചധികം സമയം കുറച്ചൊരു സമയം സ്പെൻഡ് ചെയ്ത് ആ നിഫ്റ്റി 50-ലെ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ബിസിനസ് മോഡൽസ് എന്തൊക്കെയാണ്, അവർക്ക് റവന്യൂസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയസ് നിന്നാണ് റവന്യൂസ് ഉണ്ടാവുന്നത്, അതൊന്ന് നമുക്ക് നാളത്തെ സെഷനിൽ അനലൈസ് ചെയ്യാം. ദെൻ അപ്പോൾ ഒരു ബിസിനസ് മോഡൽ, അതായത് ബിസിനസ്സിന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫാക്ടർ. അതിന് കുറച്ച് സമയം നാളെ സ്പെൻഡ് ചെയ്യാം, അതിനുശേഷം മറ്റേ ഏരിയയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നാളത്തെ സെഷനിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും ജസ്റ്റ് നാളെ കിട്ടുന്ന ഫ്രീ അവേഴ്സിലൊക്കെ തന്നെ നിഫ്റ്റി 50 കമ്പനീസിലെ കുറച്ച് പ്രധാനപ്പെട്ട കമ്പനീസ് എടുത്തിട്ട് നമ്മൾ നാളെ ഒരു ചെറിയൊരു സമയം അതിനായിരിക്കും കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കമ്പനിയിലേക്ക് പോവാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അവരുടെ ബിസിനസ്സും റവന്യൂ മോഡ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ നാളത്തെ ഒരു സെഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നാളെ ജസ്റ്റ് ഒരു സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്ര ഓർത്ത് വെക്കുക, നമ്മൾ ഇന്നത്തെ ഒരു ഇതിൽ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ കമ്പനി സൈഡാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കമ്പനി സൈഡിനെ ഫസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റേറ്റീവ് ആയുള്ള ആസ്പെക്ട്സ് എന്നും ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്നും നമുക്ക് എടുക്കാം. ആ ക്വാളിറ്റേറ്റീവ് ആയുള്ള ആസ്പെക്ട്സാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത് ബിസിനസ് ആൻഡ് ബിസിനസ് മോഡലാണ്. സെക്കൻഡ് നമുക്ക് പെർച്ചേസിങ് അല്ലെങ്കിൽ പ്രൈസിങ് പവർ, പെർച്ചേസിങ് അല്ലെങ്കിൽ ഒക്കെ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് നമുക്ക് വരുന്നത് ബിസിനസ് ആൻഡ് ബിസിനസ് മോഡലാണ്. അപ്പോൾ ഒരു ഫേം നമ്മൾ ഇൻവെസ്റ്റ് ചൂസ് ചെയ്യുന്നതിന് മുൻപേ എന്ത് HDFCനെ നമുക്ക് ചൂസ് ചെയ്യാണ്ട് നമുക്കറിയാം അവരുടെ ബിസിനസ് മോഡൽ എന്നുള്ളത് ഇങ്ങനെയാണ്. അതായത്
ബാങ്കിങ് ആണ് സെക്ടർ, ബിസിനസ്. ഇനി ബിസിനസ് മോഡൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ ഹൈ ഇൻകം ഗ്രൂപ്പിന് അല്ലെ ഒരു ടൗണുകളിൽ അല്ലെങ്കിൽ ഒരു ഒരു സെമി അർബൻ പോപ്പുലേഷനിടയിലേക്ക് സ്പ്രെഡ് ചെയ്ത് അല്പം കൂടെ ക്വാളിറ്റി ആയിട്ടുള്ള സർവീസസ് ഓഫർ ചെയ്ത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ അക്യൂർ ചെയ്ത് കൂടുതൽ ഹ്യൂജ് എമൗണ്ട് ഉള്ള ക്ലയൻസിനെ അക്യൂർ ചെയ്ത് മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആവണമെന്നുള്ള അതാണ് അവരുടെ ഒരു ബിസിനസ് മോഡൽ. ഇനി അതിൻ്റെ നമ്പേഴ്സിലേക്കൊക്കെ നമുക്ക് ഇനി അടുത്ത ലെവലിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പനീസിൻ്റെ അടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ പോവാം. ഇനി ഇതേപോലെ ഇനി മറ്റൊരു SBI എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് മറ്റൊരു സെനാരിയോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ നമ്മൾ വരുമ്പോഴേക്കും ജസ്റ്റ് കുറച്ച് കമ്പനീസിനെ ഇതേപോലെ എടുത്ത് ജസ്റ്റ് ഒന്ന് എടുക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കമ്പനീസിനെ നമുക്കിവിടെ ഡിസ്കസും ചെയ്യാം. അവരുടെ ബിസിനസ് മോഡൽ എന്താണ്, റവന്യൂ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് റവന്യൂസ് ഉള്ളത്, ഇനി അവരുടെ ഫ്യൂച്ചർ. നമുക്ക് സോട്ട് അനാലിസിസ് ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡിലേക്കൊക്കെ നമുക്ക് പോവാം. പക്ഷേ സോട്ട് മീൻസ് എന്താണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ട്രെങ്ത്, വീക്ക്നെസ് ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഇനി ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ട്, അതേപോലെ തന്നെ ത്രെഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ അത്തരം കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് സോട്ട് അനാലിസിസ് എന്നാണ് പറയുക. ഇൻഡിവിജ്വൽസിന് ചെയ്യാറുണ്ട്, കമ്പനീസിന് ചെയ്തു. അപ്പോൾ കമ്പനീസിന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാമല്ലോ, ആ കമ്പനി നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നാളത്തെ സെഷനിൽ ആ ഒരു ഏരിയാസിൻ്റെ ഒരു ഡിസ്കഷൻ എടുക്കാം. അപ്പോൾ അതിന് ശേഷം നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് നാളത്തെ സെഷനിൽ മൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കുറച്ചും കൂടെ നാളെ നമുക്ക് കുറച്ചും കൂടെ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. കാരണം ഇന്ന് എനിക്കൊരു നെക്സ്റ്റ് ഒരു മീറ്റിംഗ് ഒരു 9 o'clock ഞാൻ 8:30 ആയിരുന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇത് 8:45 അല്ലെങ്കിൽ 9 o'clock എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഈ ഒരു ഏരിയാസ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഏരിയാസ് ഇതൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. ഇനി നമ്മൾ അതാത് ദിവസം കുറച്ച് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ആ ഒരു PPT മാത്രം പോരാ നമ്മൾ നോക്കുന്നത്, ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ആ PDF കൂടെ നിങ്ങൾ റീഡ് ചെയ്ത് ഒരു ഷോർട്ട് നോട്ടല്ല, അതിലെ മാക്സിമം പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ നോർമലി നമുക്ക് പെൻഡിങ് ഉള്ള എക്സാംസ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫൈഡ് ആവുക നമ്മൾ. ഓക്കെ, പിന്നെ ലിങ്ക്ഡിൻ ഒക്കെ ഉണ്ട്. നമുക്ക് ലിങ്ക്ഡിൻ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ലിങ്ക്ഡിനൊക്കെ പതുക്കെ യൂസ് ചെയ്ത് തുടങ്ങാം. പിന്നെ നമ്മളൊരു നെക്സ്റ്റ് ലെവലിൽ ഒരു CV എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒരു CV ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യും. അപ്പോൾ സിനാനൊക്കെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമുകളും പിന്നെ അതേപോലെ മാനേജ്മെൻറ്റ് ഫസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, പാർക്ക് ചെയ്യാം, മീൻസ് അതിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ജസ്റ്റ് അത് സസ്യത്തിനും സിനാനും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഈ മാനേജ്മെൻറ്റ് മീറ്റുകളൊക്കെ വരും പതുക്കെ. അപ്പോൾ മാനേജ്മെൻറ്റ് മീറ്റുകളൊക്കെ വരുമ്പോൾ അതിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയുള്ള ഇവൻറ്റുകൾ വരുമ്പോൾ നിങ്ങളെ കോളേജിൽ നിന്ന് ചെറിയ ടീമുകൾ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ഇവൻറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാം. എന്നിട്ട് അത് നമ്മളുടെ നോളജ് എൻഹാൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു എക്സാം ഒക്കെ കഴിയുമ്പോഴേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല കണ്ടൻസും നമുക്ക് അവിടെ യൂസ് ചെയ്യാനും ഈവൻ തോ നിങ്ങൾക്ക് അത് വിൻ ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ ഞാനൊന്ന് നോക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് അതായത് കോളേജുകളൊക്കെ ഓണത്തിൻ്റെ സമയം കഴിയുന്നതോട് കൂടിയിട്ട് എന്ത് കൊണ്ടുവരും ചോദിച്ചാൽ ഓക്കെ നിങ്ങൾ ഇതിനൊക്കെ രജിസ്റ്റർ ചെയ്യുക. ഇതൊക്കെ നല്ലതല്ലേ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്തായാലും. ഓക്കെ അതിന് ഏതാണ് ഡെഫിനറ്റ്ലി അല്ല നമ്മൾ അതിനെ മാക്സിമം എൻഹാൻസ് ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾ എന്നാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുക, എന്താണെന്നറിയാലോ. ഓക്കെ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്ക്. ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നാളെ മീറ്റ് ചെയ്താലോ. ഓക്കെ, അപ്പോൾ ഇതുവരെ ഇപ്പോഴുള്ള ആ PDF റീഡ് ചെയ്ത് തുടങ്ങണം എന്തായാലും. PPTയും PDF റീഡ് ചെയ്തു. PDF ഇതുവരെ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റർ റീഡ് ചെയ്ത് തുടങ്ങാം. ബാലൻസ് ഉള്ളത് ഏതാണ്? അത് അല്ല ഞാൻ പറഞ്ഞത് ഇതാണ്, അതായത് മെറ്റീരിയൽ ഉണ്ടല്ലോ NISF-ന്റെ, അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വേണേ ഒന്നും കൂടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, വേണേ ഒന്നും കൂടെ ഇടാം. അതെ. അപ്പൊ അത് അല്ല ഇത് ഞാൻ ഉണ്ടാക്കിയ PPT അല്ല ഞാൻ പറഞ്ഞത്, PDF തന്നെ റീഡ് ചെയ്യാം.
PDF അതെന്താ വെച്ചാൽ PDF റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻസൈറ്റ്സ് കിട്ടും. അപ്പോൾ അവിടുന്ന് അതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് എടുത്ത ഏരിയാസ് ഇന്നുമായിട്ട് നാളെ നമ്മളെ സെഷന് മുൻപേ റീഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നാളെ നമുക്ക് പുതിയ ഏരിയാസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതാത് ഡേയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു റിവിഷനും കൂടെ നടന്നു പോട്ടെ. ഓക്കെ, അങ്ങനെയാണെന്ന് നിന്നാൽ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ഓക്കെ.